എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജെ.കെ. ഇന്ന് ഞാനൊരു കഥ പറയാം. ഇന്നത്തെ കഥ എന്താണെന്ന് വെച്ചാൽ ദൈവം ആയുസ് പങ്കുവെച്ചു കൊടുത്ത കഥയാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയൊക്കെ കഴിഞ്ഞു, എല്ലാവരെയും സൃഷ്ടിച്ചു, ജീവജാലങ്ങളെ മുഴുവൻ സൃഷ്ടിച്ചു, ഒടുക്കം മനുഷ്യനെയും സൃഷ്ടിച്ചു. അതിനുശേഷം ദൈവം എല്ലാവരെയും വിളിച്ചുകൂട്ടി ഒരു മീറ്റിംഗ് നടത്തി. അതിലെന്താ, ആയുസ് പങ്കുവെച്ചു കൊടുക്കാൻ പോവുകയാണ്. അതാണ് ദൈവം പറഞ്ഞത്. അപ്പോൾ മനുഷ്യനെപ്പോഴും ഭയങ്കര ധൃതിയും ആക്രാന്തമാണല്ലോ. മനുഷ്യൻ പറഞ്ഞു, അയ്യോ എൻ്റെ ആയുസ് ഇങ്ങോട്ട് അറിഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് പോവായിരുന്നു, ഒന്ന് വേഗം പറയുമോ, ഞങ്ങളുടെ ആയുസ് എന്താ എന്ന് ചോദിച്ചിട്ട് ദൈവത്തിനെ ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ദൈവം പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, നിങ്ങളുടെ ആയുസ് ഞാൻ ഇപ്പോൾ പറയണില്ല, നിങ്ങൾ ഏറ്റവും പുറകിൽ പോയിരിക്കൂ, ഞാൻ അവസാനം നിങ്ങളുടെ ആയുസ് പറയുന്നുള്ളൂ പറഞ്ഞു. അത് പറഞ്ഞ് ദൈവം ആയുസ് പങ്കുവയ്ക്കാൻ തുടങ്ങി. ദൈവം എല്ലാ മൃഗങ്ങൾക്കും, പശുവിന് ഇത്ര, കോഴിക്ക് ഇത്ര, പൂച്ചയ്ക്ക് ഇത്ര എന്ന് പറഞ്ഞ് അങ്ങനെ സകല ജീവജാലങ്ങൾക്കും ആയുസ് പങ്കുവെച്ചു കൊടുത്തു. അവസാനമാണ് മനുഷ്യൻ. അപ്പോൾ ദൈവം പറഞ്ഞു, അയ്യോ ഞാൻ നിങ്ങളുടെ കാര്യം മറന്നുപോയി, ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ ആകെ 5 കൊല്ലം ആയുസുള്ളൂ, ഈ 5 കൊല്ലം ഇപ്പം നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ടാൽ മനുഷ്യൻ സമ്മതിക്കുമോ? മനുഷ്യൻ കിടന്ന് ബഹളം വയ്ക്കാൻ തുടങ്ങി. അതെങ്ങനെയാ, ഞങ്ങൾക്ക് പറ്റില്ല, 5 കൊല്ലം കൊണ്ട് ഞങ്ങളെന്താ ഭൂമിയിൽ ചെയ്യുക എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ നേരെ കയർക്കാൻ തുടങ്ങി. ഇത് കണ്ട് സിമ്പതി തോന്നിയിട്ട് കുരങ്ങൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്തേക്കൂ, എൻ്റെ ഒരു 15 കൊല്ലം എൻ്റെ ആയുസ് ഇവർക്ക് കൊടുത്തേക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ കുരങ്ങൻ 15 കൊല്ലം കൊടുത്തപ്പോൾ മനുഷ്യന് അപ്പോഴും തൃപ്തിയാവുമോ? അപ്പോഴും 20 വയസ്സല്ലേ ആവുള്ളൂ. അപ്പോൾ വീണ്ടും തുടങ്ങി, അത് പറ്റില്ല, 20 കൊല്ലം കൊണ്ട് ഞങ്ങളെന്താ ഭൂമിയിൽ ചെയ്യാം എന്ന് പറഞ്ഞ് വീണ്ടും ബഹളം. ഇങ്ങനെ ബഹളം കൂട്ടിയപ്പോൾ ഇത് കണ്ടുകൊണ്ട് നിന്നിട്ടുള്ള കുതിര അവിടെ നിൽക്കുന്നുണ്ട്. കുതിര വിചാരിച്ചു, ഏതായാലും ഇവരുടെ കുതിരവണ്ടിയും ഒക്കെ വലിക്കാനുള്ളത് ഞാനാ, ഇനി ഇവർ കൊണ്ട് ചാട്ടവാറുകൊണ്ട് അടിക്കണം, ഇനി അധികം അടിക്കണ്ട, കുറച്ച് ആയുസ് എൻ്റെന്ന് കൊടുത്തേക്കാം എന്ന് വിചാരിച്ചിട്ട് കുതിര എന്ത് പറഞ്ഞു, എൻ്റെ ഒരു 10 കൊല്ലം എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ 10 കൊല്ലം കുതിരയുടെ ആയുസ്സും കിട്ടി. അപ്പോഴും എന്താ, വയസ്സ് 30 ആവുള്ളൂ. വീണ്ടും ബഹളം. മനുഷ്യൻ, അയ്യേ 30 കൊല്ലം കൊണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഭൂമിയിൽ, ഞങ്ങൾക്ക് ഈ ആയുസ്സൊന്നും പോരാ. അവസാനം ദൈവത്തിൻ്റെ ഈ ദയനീയാവസ്ഥ കണ്ടിട്ട് കഴുത എന്തു പറഞ്ഞു, എൻ്റെന്ന് കൊടുത്തോളൂ, കുറച്ച് കൊല്ലം എൻ്റെന്ന് കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ കഴുതയും കൊടുത്തു ഒരു 10-15 കൊല്ലം. എന്നാലും മനുഷ്യന് തൃപ്തിയാവുമോ? മനുഷ്യൻ പിന്നെയും കിടന്ന് ബഹളാണ്. അപ്പോൾ പട്ടി വിചാരിച്ചു, എന്തായാലും ഇവരുടെ കൂടെ ജീവിക്കാനുള്ളതാണ് ഞാൻ, ഒരു കാര്യം ചെയ്യാം, ഞാൻ ആയുസ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊരു കംപ്ലൈൻറ്റ് വേണ്ട. പട്ടി പറഞ്ഞു, എൻ്റെന്ന് കൊടുത്തോളൂ ഒരു 10 കൊല്ലം. അങ്ങനെ പട്ടിയുടെ ആയുസ്സും കിട്ടി. എന്നാലും മനുഷ്യൻ പിന്നെയും ദൈവത്തിനോട് കയർത്തുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ബഹളം ദൈവത്തിനോട്, ഇല്ലില്ല, ഈ ആയുസ്സൊന്നും ഞങ്ങൾക്ക് മതിയാവില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം മൂങ്ങ എന്തു പറഞ്ഞു, ദൈവമാണെങ്കിൽ ദയനീയാവസ്ഥയിലാണ്, അദ്ദേഹത്തിൻ്റെ അടുത്ത് ആകെ ഉണ്ടായിരുന്ന ഒരു 5 കൊല്ലം ആദ്യമേ കൊടുത്തു കഴിഞ്ഞു, ഇനി അദ്ദേഹത്തിന് കൊടുക്കാൻ ആയുസ്സും ഇല്ല. അപ്പോൾ എന്തു പറഞ്ഞു, ഈ മൂങ്ങ പറഞ്ഞു, ഇനി എത്രയാ വേണ്ടേച്ചാൽ എൻ്റെന്ന് എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെയാണ് അത്ര മനുഷ്യൻ്റെ ആയുസ്. അതായത് ആദ്യത്തെ 5 കൊല്ലം ദൈവം തന്ന ആയുസ്സാണ്. അപ്പോൾ എന്താ, മനുഷ്യൻ വളരെ നിഷ്കളങ്കനാണ്, അവനൊന്നുമില്ല, അവൻ വളരെ നിഷ്കളങ്കനാണ്, അവൻ്റെ അടുത്ത് കളവില്ല, ചതിയില്ല, ഒന്നുമില്ല. അപ്പോൾ അവൻ നിഷ്കളങ്കനാണ്. അത് ദൈവം തന്ന ആയുസ്സാണ് 5 കൊല്ലം. പിന്നെ ആരാ കൊടുത്തിരിക്കുന്നത്? കുരങ്ങനാ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നത്തെ സ്വഭാവം എന്താ, അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി, അത് ടേസ്റ്റ് ചെയ്ത് ഇത് ടേസ്റ്റ് ചെയ്ത് എന്തൊക്കെ ഗുലുമാലുകളുണ്ടോ അതിലൊക്കെ ചെന്ന് പെടും അല്ലേ. അതായത് അപ്പോൾ എന്താണ്, പിന്നത്തെ കുറേ ഒരു 20 വയസ്സ് വരെ പിന്നെ ഈ ആയുസ് കൊടുത്തിരിക്കുന്നത് കുരങ്ങൻ്റെയാണ്. അപ്പോൾ നമ്മുടെ സ്കൂൾ ജീവിതമൊക്കെ കഴിഞ്ഞു, ആ സമയം വരെ കുരങ്ങൻ്റെ സ്വഭാവമാണ് നമ്മൾക്ക്. ഇത് കഴിഞ്ഞിട്ടോ പിന്നെ കൊടുത്തിരിക്കുന്നത് കുതിരയാണ്. കുതിര എന്താണ്, ഓജസ്സും തേജസ്സും ഒക്കെയുള്ള കുതിരയാണ്. അവൻ അങ്ങനെ കടിഞ്ഞാണില്ലാണ്ട് ഓടുകയാണ്. അവൻ്റെ വിചാരം എന്താ, ഭൂമി തിരിയണ തന്നെ കാരണം ഞാനാണെന്ന. അപ്പം ആ ഓജസ്സും ശക്തിയും സൗന്ദര്യവും ഒക്കെ വരുന്ന സമയമാണത്. അപ്പോൾ അത് കിട്ടിയിരിക്കുന്നത് കുതിരയുടെ ആയുസ്സാണ്. പിന്നത്തെ 20 തൊട്ട് 30 കൊല്ലം കുതിര കൊടുത്തിരിക്കുന്ന ആയുസ്സാണ്. പിന്നെ ആരാ കൊടുത്തിരിക്കുന്ന ആയുസ്? കഴുതയാണ്. എന്താ കാര്യം? ഭാരം ചുമക്കലാണ്. ഭാര്യയായി, കുട്ടികളായി, വീടായി, കുടുംബമായി, ഫുൾ ഭാരം ചുമക്കലാണ് കഴുതയുടെ ആയുസ്. പിന്നെ ആരാ കൊടുത്തിരിക്കുന്നത്? കഴുത കഴിഞ്ഞിട്ട് പിന്നെ കൊടുത്തിരിക്കുന്നത് പട്ടിയാണ്.
അതായത് പേരക്കുട്ടികളായി ഒക്കെയായി, മക്കളൊക്കെ വലുതായി, പേരക്കുട്ടികളായി. അപ്പോൾ എന്താ നമ്മുടെ പണി? കാവൽ കിടക്കുക. അതന്നെ. അതായത് പേരക്കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കുട്ടികൾക്ക് അവിടെ വീട്ടിൽ ആളുണ്ടാവുക, മക്കൾ പുറത്ത് എവിടെയെങ്കിലും പോകുമ്പോൾ വീട്ടിൽ അമ്മ ഉണ്ടാവുക, അല്ലെങ്കിൽ അച്ഛൻ ഉണ്ടാവുക, അല്ലേ? അങ്ങനെ കാവൽ കിടക്കുക. വേറെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല. അപ്പോൾ അത് പട്ടിയുടെ ആയുസ്. പിന്നെ ആരാ കൊടുത്തിരിക്കണേ? പിന്നെ മൂങ്ങയാണ്. അതായത് പിന്നെ ഉള്ളത് മുഴുവനും മൂങ്ങ പറഞ്ഞിട്ട് നിങ്ങൾ മൂളിക്കൊണ്ടിരുന്നോളാൻ, എന്ന് പറഞ്ഞ് മൂളിക്കോളാൻ. കാരണം എന്താ? മൂങ്ങയുടെ ആയുസ്സാണ്. ഇങ്ങനെയാണ് അത്ര ദൈവം ആയുസ് പങ്കുവെച്ച കഥ. കുറച്ച് ചിരിക്കാനും കുറച്ച് ചിന്തിക്കാനും ഉണ്ട് അല്ലേ ഈ കഥയിൽ? ഏതായാലും ഈ കൊച്ചു കഥ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ കഥ അവസാനിപ്പിക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.